ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധിയോട് കാശ് കൊടുത്തേ പറ്റുള്ളൂ എന്ന് എല്ലാവരും ഒന്നടങ്കം പറയുമ്പോൾ അവരുടെ സ്വർണത്തിൻ്റെ കാശല്ലേ ആൻറ്റി വളയായിട്ട് എറിഞ്ഞിട്ട് കൊടുത്തതെന്ന് ശ്രുതി ചോദിക്കുക. തന്നതല്ല, പിച്ചക്കാർക്ക് കൊടുത്തതുപോലെ രേവതിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയതാണെന്ന് സച്ചി അന്നേരം പറഞ്ഞു. അന്നേരം ആർക്കും ഒന്നും പറയാനില്ല. ശ്രുതിക്കും രേവതിയുടെ ആഭരണങ്ങൾ വിറ്റത് നീയാണ് എനിക്ക് കാശ് തരേണ്ടതെന്നും സച്ചി പറയുകയും ചെയ്തു. കാശ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. എടുക്കണമെന്ന് പറഞ്ഞു സച്ചി ഒച്ച വെക്കുമ്പം. എനിക്കിപ്പോൾ കാശ് തരാൻ കഴിയില്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല എന്ന് പറഞ്ഞു ശ്രുതി. എന്ന് പറഞ്ഞാൽ പറ്റില്ല, കാശ് എടുക്കാൻ പറഞ്ഞു സച്ചി. അങ്കളെ ഇവനോട് ഒച്ച വെക്കണ്ടെന്ന് പറ, കാശ് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു ശ്രുതി. അന്നേരം ഇവൻ എടുത്തുകൊണ്ട് പോയി 50 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ട് 1 രൂപ പോലും നീ തന്നിട്ടില്ലല്ലോ, പിന്നെയല്ലേ നീ ഇത് തരാൻ പോണത്? തൽക്കാലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിന്റെ സൂത്രം അവിടെ അങ്ങ് വെച്ചാൽ മതി എന്ന് സച്ചി ശ്രുതിയോട് അന്നേരം പറഞ്ഞു. അന്നേരം ഇത് സൂത്രമൊന്നുമല്ല, 5 ലക്ഷം രൂപ ഞാൻ തരും, ഉറപ്പായും തരുമെന്ന് ശ്രുതി പറയുക. ഇതെൻ്റെ വാക്കാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കാര്യം ഏറ്റെടുക്കുക കേട്ടോ. അതിന് എനിക്ക് കുറച്ച് സമയം വേണം അങ്കിളെ എന്നും ശ്രുതി പറഞ്ഞു. അത് ഇവനോടൊന്ന് പറയുമോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞു. അന്നേരത്തേക്കും എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയല്ലേ. അപ്പം അച്ഛൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്തിനുള്ളിൽ നീ പൈസ എനിക്ക് തന്നില്ല, ഈ സച്ചി ആരാണെന്ന് നീ അറിയും എന്ന് സച്ചി വെല്ലുവിളിക്കുകയാണ്. അവിടെ നിന്ന് ശ്രുതിയെ വിരൽ ചൂണ്ടി. അതൊക്കെ ശ്രുതി ഒന്ന് പേടിച്ചു കേട്ടോ. പറയാനുള്ള പറഞ്ഞിട്ട് രേവതിയും കൂട്ടി സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പം അവരങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വർഷം ഇറങ്ങി വന്നിട്ട്, അല്ല അങ്കിളെ ആൻറ്റിയുടെ വളകൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം എനിക്കറിയില്ല എന്ന് പറഞ്ഞു അച്ഛൻ. അത് ഞാൻ സൂക്ഷിച്ചോളാം എന്ന് ശ്രുതി ചാടി കയറി പറയുമ്പോൾ, എന്നാലേ ഇതിൻ്റെ കാര്യം പോക്ക് തന്നെ എന്ന് വർഷ അന്നേരം പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അന്നേരത്തേക്ക് ശ്രുതിയെ നോക്കുക. ഞാനിത് ആൻറ്റിക്ക് കൊടുത്തോളാമെന്ന് ശ്രുതി അന്നേരം പറഞ്ഞു. അല്ല അമ്മ വാങ്ങിക്കുമോയെന്ന് ചോദിച്ചു. കൊടുത്തു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വളയെടുത്ത് മുകളിലോട്ട് കയറിപ്പോയി. എല്ലാവരും ഇങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെയും കാണിക്കുന്ന ചന്ദ്രയും ഭാമയും കൂടെ അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ചന്ദ്രൻ വിഷയം കൈവിട്ട് പോയി, അതിന് കാരണവും നീ മാത്രമാണെന്ന് ഭാമ പറയുമ്പം ഇതിൽ കൂടുതൽ എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നാളാവും കേട്ടോ. അന്നേരം വാതിൽ ആരോ വന്ന് കൊട്ടണം. ഭാമ ചെന്ന് വാതിൽ തുറന്നപ്പം ശ്രുതിയോ നിങ്ങളോ എന്ന് ചോദിച്ചുകൊണ്ട് ഭാമ നിൽക്കുമ്പോൾ 2 എണ്ണങ്ങളും കൂടെ അകത്തേക്ക് കയറി വന്നു. ആൻറ്റി ആൻറ്റിയുടെ വള എന്ന് പറയുമ്പോഴത്തേക്കും, ഇതെന്തിനാ നീ എടുത്തിട്ട് വന്നു എന്ന് ചോദിച്ചു. ഇത് ഞാൻ പൂ കെട്ടുന്നവരുടെ മുഖത്തെറിഞ്ഞു കൊടുത്താ, ഇത് അവളെടുത്തോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പറയുമ്പം അവൾ ഇത് വേണ്ട എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ആൻറ്റി എന്തിനാ അവൾക്ക് സ്വർണം കൊടുക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുക കേട്ടോ. വലിയേറെ നിൽക്കുവാണ് നമ്മുടെ ചന്ദ്ര ചേച്ചി. ആൻറ്റി ഇതൊന്നും കൊടുക്കരുത്, രേവതിയുടെ സ്വർണം വിറ്റത് സുധിയല്ലേ, സ്വർണം വിറ്റ് വാങ്ങിച്ച 5 ലക്ഷം രൂപ അവൾക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നേരം നീ എന്തിനാ അവൾക്ക് കാശ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു ചന്ദ്രയെ. അല്ല, ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിക്കട്ടെ ആൻറ്റി, ആൻറ്റി ഈ വള വാങ്ങിക്കാൻ പറഞ്ഞു ശ്രുതി. എനിക്ക് വേണ്ട എന്ന് ചന്ദ്രമതിയുടെ വകയൊരു ഡയലോഗും കൂടി. പൂ കെട്ടുന്നവൾക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്തേക്കാനും പറഞ്ഞു. 10 പാവം പോലും തികയില്ല, അതിന് ഞാൻ അവളോട് മാപ്പ് പറയണമെന്ന്. ഈ ജന്മം അത് ഉണ്ടാവത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ നിന്ന് ഇങ്ങനെ തുള്ളു കേട്ടോ. അപ്പോൾ ശ്രുതി ഭയങ്കര വിഷമം ഭാവിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. കൊടുക്കുക അവൾക്ക് തികയട്ടെ എന്ന് പറഞ്ഞു. അന്നേരം വേണ്ട ആൻറ്റി, ശ്രുതി കാരണം ഉണ്ടായ പ്രോബ്ലം ഞങ്ങൾ തന്നെ സോൾവ് ചെയ്തോളാമെന്ന് പറഞ്ഞു. കാശ് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ, ഇത് കൊടുക്കണ്ട ആൻറ്റി, ഇത് പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് ഷെൽഫിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മേ സോറി അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി എന്ന് അമ്മയുടെ കാലെ പിടിച്ചു. അന്നേരത്തേക്ക് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് കുറേ തല്ലി ശ്രുതിക്കിട്ട്, ഇതിലും ഭേദം നീ എന്നെ കൊല്ലുന്നല്ലായിരുന്നോടാന്ന് ചോദിച്ചു കുറേ അടിക്കുവാണ്. നിനക്ക് എന്നെ അങ്ങ് കൊന്നുവിടേടാന്നൊക്കെ ചോദിച്ചു. അമ്മ വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലേ അമ്മ നമ്മളങ്ങനെ ചെയ്തതെന്നും ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ അമ്മയോട് ചോദിക്കുക. അപ്പോഴത്തേക്കും ചന്ദ്ര തുറച്ചു നോക്കുക കേട്ടോ. വെറും ഒരു ചെറുനാരങ്ങ കൊണ്ടല്ലേ സച്ചി നിങ്ങളെ കൊണ്ട് സത്യം പറയിപ്പിച്ചതെന്ന് ഭാമ അന്നേരം ശ്രുതിയോട് ചോദിക്കുക. അവനുള്ള പകുതി ബുദ്ധി പോലും നിനക്കില്ലല്ലോ, എൻ്റെ മോൻ ശ്രുതിമോൻ ഭയങ്കര ബുദ്ധിശാലിയാണ് നീ എപ്പോഴും പറയാറുണ്ടല്ലോ ചന്ദ്ര, ഇവൻ വെറും ഒണ്ടനാണെന്നൊക്കെ പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അന്നേരം ഇങ്ങനെ നിൽക്കുക അവിടെ. ബുദ്ധിശാലിയെ സച്ചി തന്നെയാടാ, നിനക്ക് ഒരു ബുദ്ധിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭാമ അന്നേരം പറയും കേട്ടോ. ഇതൊക്കെ കേട്ട് ഭയങ്കര കരച്ചിലായിട്ട് നിൽക്കുവാണ് മനസ്സിൽ. ആൻറ്റി അവന് എൻ്റെ അത്ര ബുദ്ധിയൊന്നുമില്ല, എനിക്കാണെങ്കിൽ 7 ഡിഗ്രി ഉണ്ട്, അവനോ 7 ഡിഗ്രി കൊള്ളാം, എന്തിനാടാ അത്, നിനക്ക് നല്ല ബുദ്ധി ഉണ്ടെന്നേ എല്ലാവർക്കും ഇപ്പം മനസ്സിലായടാന്ന് പറഞ്ഞു ഭാമ ഇങ്ങനെ ശ്രുതി അവിടെ ഇട്ട് കളിയാക്കുക. അങ്ങനെ എന്ത് പറയാനാ, എൻ്റെ സമയം ശരിയല്ല, കരഞ്ഞ് കാല് പിടിച്ചപ്പോൾ കൊടുക്കാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, അങ്ങനെ കൊടുത്തു പോയതാ, ഇവനോടുള്ള സ്നേഹക്കൂടുതൽ കാരണമാണ്, അതിപ്പോൾ ഞാൻ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ കിടന്ന് അവിടെ കിടന്ന് പറഞ്ഞു. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ഇവൻ 7 ഡിഗ്രി ഒക്കെ എടുത്തപ്പോൾ ഇവനേക്കാളും സന്തോഷിച്ചത് ഞാനാണെന്നും പറഞ്ഞു. ഇവന് ജോലി കിട്ടുന്നതൊക്കെ പറഞ്ഞ് ചന്ദ്ര എന്ന് സ്വപ്നം പറയുക. അപ്പോൾ ഏത് നിമിഷവും ഇപ്പോൾ കയത്തിൽ മുങ്ങി ചാവുമോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ, എന്നെ രക്ഷപ്പെടുത്താൻ ആരും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ കരയുമ്പോൾ അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു, എന്തിനാ അമ്മ ഇങ്ങനെ ഭയപ്പെടുന്നേ എന്നൊക്കെ ചോദിച്ചു ശ്രുതി. ഞാനിവിടെ ഇല്ല അമ്മയെന്ന് ചോദിച്ചപ്പോൾ ചന്ദ്ര മോൻ്റെ നേരെ ഒരു നോട്ടം. അപ്പോൾ ഭാമ നീ ഇവിടെ ഉള്ളത് കൊണ്ടാടാ അവൾക്ക് ഇതുപോലെ ഭയം,
സുധി, ദേ സച്ചിക്കും രേവതിക്കും കാശ് കൊടുക്കാമെന്ന് പറഞ്ഞതോടെ ആ വിഷയം അവിടെ അവസാനിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും രവിയേട്ടന് ചന്ദ്രയോടുള്ള ദേഷ്യം മാറില്ല. രവിയേട്ടൻ ചന്ദ്രയോട് മിണ്ടാനും പോകുന്നില്ല. അത് നീ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു. അന്നേരം അത് അപ്പോഴുള്ള ദേഷ്യത്തിന് ചിലപ്പോൾ അച്ഛൻ പറഞ്ഞതായിരിക്കും ആൻറ്റി. കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ അമ്മയോട് സംസാരിക്കും. എനിക്ക് തോന്നുന്നൊന്നുമില്ല എന്ന് ഭാമ അന്നേരം പറഞ്ഞു. അങ്ങനെ ഇവരതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ദേ ആൻറ്റി അങ്കിളിനോട് ചെന്ന് അങ്ങോട്ട് സംസാരിക്കുക, അങ്കിളായിട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ വരില്ല ആൻറ്റി എന്ന് പറഞ്ഞു ശ്രുതി. പ്ലീസ് അമ്മേ എന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ പ്ലീസ് ആൻറ്റി ചെല്ലെന്നും പറഞ്ഞു ശ്രുതിയും. അപ്പം ഞാൻ എന്തിനാ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? അദ്ദേഹം ഈ ജന്മം എന്നോട് മിണ്ടില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? മിണ്ടണ്ട, എത്ര നാളിങ്ങനെ പോകുമെന്ന് നോക്കാവല്ലോ എന്ന് ചന്ദ്രയുടെ വകവാശി. അതങ്ങനെ വല്ലാത്തൊരു വാശി തന്നെയാട്ടോ ചന്ദ്രൻ. നിനക്ക് പറഞ്ഞാൽ കേൾക്കാൻ പോലും മനസ്സില്ലല്ലോ നിനക്ക്. ഞാനിനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും, ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഭാമ ഇവിടെ നിന്ന് പോയി. ഭാമ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾ രണ്ടുപേരും കൂടെ അമ്മയുടെ കാലും പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി ആ സൈഡിൽ പോയിരുന്ന് കരച്ചിൽ. അപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് വന്നു. സച്ചി വന്നിട്ട് നീ എന്തിനാ രേവതി ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. എന്തിനാ കരയുന്നതെന്നോ? ഇവിടെ നടന്നതെല്ലാം സച്ചിയേട്ടൻ കണ്ടതല്ലേ? സ്വർണം എൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ടാ പോയതെന്ന് രേവതി പറയുമ്പം എല്ലാവരുടെയും മുന്നിൽ അവരുടെ കള്ളത്തരം പൊളിഞ്ഞു. ആകെ നാണം കിട്ടും, മുഖം മറയ്ക്കാനും പിടിച്ചു നിൽക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ സമാധാനിപ്പിക്കാം. അന്നേരം വർഷ അങ്ങോട്ടേക്ക് വന്നു. ആൻറ്റിക്ക് എല്ലാവരുടെ മുന്നിൽ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വന്നു. അങ്കിള് പോലും ആൻറ്റിയോട് ഇനി സംസാരിക്കില്ല എന്ന് പറഞ്ഞില്ലേ, ആ ദേഷ്യമാണ് ചേച്ചിയോട് കാണിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? ഞാൻ എന്ത് പിഴച്ചു എന്ന് രേവതി ചോദിക്കുമ്പം അവരെന്ത് പറഞ്ഞാലും നീ മറുപടി പറയത്തില്ലല്ലോ, കിട്ടുന്നതെന്തും മിണ്ടാതെ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ, അതുകൊണ്ടാണ് അവർ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് രേവതി എന്ന് സച്ചി അന്നേരം പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷയോട് സച്ചി, വർഷേ ആവശ്യമില്ലാതെ നിന്നെ അമ്മ വഴക്ക് പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റില്ലാതെ എന്നെ വഴക്ക് പറഞ്ഞാൽ വേണ്ടത് ഞാൻ അങ്ങോട്ട് കൊടുക്കും, എന്നെ പറഞ്ഞതിൻ്റെ ഇരട്ടി ഞാൻ പറയും, ഒന്നും മിണ്ടാതെ നിൽക്കാനേ വേറെ ആളെ നോക്കണമെന്ന് വർഷ അന്നേരം പറയാം. കേട്ടോ വർഷ പറഞ്ഞാൽ നീ കേട്ടോ എന്ന് സച്ചി രേവതിയോട് ചോദിച്ചു. മറ്റു മരുമക്കളോട് പറഞ്ഞാൽ കണക്കിന് തിരിച്ചു കിട്ടുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം, നീ മിണ്ടത്തില്ല, അതുകൊണ്ടാണ് നിന്റെ തലയിൽ കയറിയിരുന്ന് തുള്ളുന്നത്, അത് നീ മനസ്സിലാക്കാൻ പറയുമ്പം സച്ചിയേട്ടൻ ഭാമാൻ്റെ വിളിക്കണ്ടായിരുന്നു ഇപ്പോഴാണ് തോന്നുന്നതെന്ന് രേവതി അന്നേരം സച്ചിയോട് പറഞ്ഞു. അവർ വന്നതിന് ശേഷമാണ് പ്രശ്നം കൂടുതൽ വഷളായതെന്ന കാര്യം വർഷ അന്നേരം പറയൂ കേട്ടോ. അമ്മ വാതിൽ തുറക്കാതിരുന്നതേ പേടിച്ചില്ലേ, അതാണ് പിന്നെ ഭാമാൻ്റെ വിളിക്കേണ്ടി വന്നതെന്ന കാര്യം സച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരെല്ലാവരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ ചെയ്തതെന്ന കാര്യം വർഷ പറയുക. വിശക്കുമ്പോഴേ അവർ താനേ മുറി തുറന്ന് പുറത്ത് വരുമായിരുന്നു എന്നുള്ള കാര്യവും വർഷ പറഞ്ഞു കേട്ടോ. നീ കൊള്ളാവല്ലോ, വന്നിട്ട് കുറച്ച് മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ, അതിനിടയിൽ തന്നെ അമ്മയെ ശരിക്കും നീ മനസ്സിലാക്കി കളഞ്ഞല്ലോ എന്ന് സച്ചി ഇങ്ങനെ പറയുക കേട്ടോ. അന്നേരം അമ്മയുടെ സ്വഭാവം എനിക്കറിയാവുന്നത് കൊണ്ടാണ് അത് വിട്ടേക്കാൻ ഞാൻ പറഞ്ഞതെന്നും, പക്ഷെ നീ അത് കേട്ടില്ല എന്നും സച്ചി രേവതിയോട് പറയൂ കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ ഈ കാര്യമെല്ലാം സംസാരിക്കുന്നു. അപ്പോൾ രേവതിക്കാണ് സങ്കടം അങ്ങ് മാറുന്നില്ല. അവരിങ്ങനെ വന്നാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല എന്ന് രേവതി പറയുമ്പോൾ, ചേച്ചി ആക്ച്വലി തെറ്റ് ചെയ്തത് സുധിയേട്ടനാണ്. ശ്രുതി ചേച്ചി അദ്ദേഹത്തിനോട് ക്ഷമിച്ചു, അതുപോലെ ആൻറ്റിയോട് അങ്കിളിനും ക്ഷമിക്കായിരുന്നു, എന്തിനാ മിണ്ടാതിരിക്കുന്നതെന്ന് വർഷ ചോദിക്കുക. ആൻറ്റി ചെയ്തത് വലിയ തെറ്റ് തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ അച്ഛൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ ക്ഷമ. വർഷം എത്രയായെന്നറിയോ തുടങ്ങിയിട്ട്? അമ്മ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം അച്ഛൻ ക്ഷമിച്ചുകൊണ്ടേയിരുന്നു, ക്ഷമയ്ക്ക് ഒരു പരിധിയില്ലെന്നും വർഷയോട് സച്ചി അന്നേരം ചോദിക്കുക. അപ്പോൾ അച്ഛൻ ഇനി അമ്മയോട് ഒരിക്കലും മിണ്ടില്ലെന്നാണോ ചേട്ടൻ പറയുന്നതെന്ന് രേവതി ചോദിച്ചു. മിണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നതെന്ന് സച്ചി പറയുകയും ചെയ്തു. അച്ഛൻ അത്രത്തോളം വിഷമമായിട്ടുണ്ടെന്നും. അന്നേരം അതെ നോക്ക് സച്ചേട്ടാ, അച്ഛനോട് സച്ചേട്ടനൊന്ന് സംസാരിക്കുക, അമ്മയോടുള്ള ദേഷ്യം കളഞ്ഞിട്ട് മിണ്ടാൻ പറയാൻ പറഞ്ഞു. സച്ചേട്ടൻ പറഞ്ഞു അച്ഛൻ കേൾക്കുമെന്നും പറഞ്ഞു. ചേച്ചി അത് അവർ ഹസ്ബൻഡും വൈഫും തമ്മിലിടയിലുള്ള ഒരു പ്രശ്നമല്ലേ, നമ്മളത് ഇൻവോൾവ് ആവാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് അന്നേരം വർഷ ചോദിച്ചു കേട്ടോ. ഇത് കേട്ടപ്പോൾ വർഷേ അച്ഛനും അമ്മയും അകന്നു നിൽക്കുമ്പോൾ നമുക്കതിൽ ഇടപെടാതിരിക്കാൻ കഴിയുമോ എന്ന് രേവതി ചോദിക്കുക. അന്നേരം ശരിയാണെന്ന് മനസ്സിലായവർക്ക്. ശ്രീകാന്ത് നീയും മിണ്ടാതിരുന്ന, അല്ലെങ്കിൽ ഞാനും സച്ചേട്ടനും മിണ്ടാതിരുന്ന അവരിടപെടത്തില്ലേ എന്ന് ചോദിക്കാം. മിക്കവാറും നമ്മുടെ പിണക്കം മാറ്റാൻ അവർ ശ്രമിക്കാറില്ലേ ചേച്ചി, അതുപോലെ നമ്മൾ അവരുടെയും പിണക്കം മാറ്റണ്ടേ എന്നിങ്ങനെ രേവതി സച്ചിയോട് ചോദിക്കുക. ഇതൊന്നും നടക്കുന്ന കാര്യമല്ലേ ചേച്ചി എന്ന് പറഞ്ഞ് വർഷ അകത്തേക്ക് കയറിപ്പോയി. വർഷ എന്ന് പറഞ്ഞ രേവതി വിളിച്ചെങ്കിലും വർഷയ്ക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. സച്ചി ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കാം. തൽക്കാലം ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നതാണ് രേവതി ബുദ്ധി എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോയി. പിന്നെ സച്ചിയും പോയി കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ സച്ചിയും രേവതിയും കൂടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ കിടക്കുവാണ്. മോനെ, ചന്ദ്ര ഇതിന് മുന്നേ പല കള്ളത്തരങ്ങളും കാണിച്ചിട്ടുണ്ട്, അന്നൊക്കെ ഞാൻ അവളെ ഉപദേശിച്ചു, വഴക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അവൾ മാറുമെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു. അവൾ മാറാനൊന്നും പോകുന്നില്ല, അവൾ മാറുകയില്ല, എനിക്ക് ആ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കാര്യം അച്ഛൻ ഇങ്ങനെ സച്ചിയോടായിട്ട് പറയും. രേവതിയും സങ്കടപ്പെട്ട് വന്ന് അടുത്ത് നിൽക്കുവാണ്. ഇതൊരൽപ്പം കടന്ന കൈ ആയി പോയില്ലേ മോനെ, അവൾ ചെയ്ത തെറ്റിന്
ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണെന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛൻ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു സച്ചി. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ എന്തിനാ നിനക്ക് ക്ഷമ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന് അച്ഛൻ എന്ത് തെറ്റാ ചെയ്തോന്ന് രേവതിയും ചോദിച്ചു. അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോന്നു. അപ്പം ഞാൻ കണ്ടെത്തിയ മരുമകളാണ് രേവതി മോള്. അപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പം മുതൽ ചന്ദ്ര മോളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് അച്ഛൻ അറിയാം. വേറൊരു പെണ്ണായിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം നടക്കുമായിരുന്നു എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ ചോദിക്കും കേട്ടോ. മോളെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അന്നേരം സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുന്നു, രേവതി സച്ചിയെ നോക്കുന്നു. ഇപ്പോഴും അവൾ നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കല്ലേ മോളെ? അവൾ ചെയ്ത തെറ്റൊന്നും അവൾ അംഗീകരിക്കാൻ മനസ്സ് കാണിക്കുന്നേ ഇല്ലല്ലോ എന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് രേവതിക്കും വിഷമമായി. അന്നേരം അങ്ങനെ ചെയ്തതിൽ അവൾക്കൊരു കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നുമില്ലല്ലോ. അവളൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. മോളെ അവൾ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ടെന്നും അച്ഛൻ അറിയാം. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്. അവൾക്ക് വേണ്ടി അച്ഛൻ മോളോട് ക്ഷമ ചോദിക്കുന്നതെന്ന് പറയുമ്പം അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കില്ലേ അച്ഛാ എന്ന് രേവതി അന്നേരം ചോദിച്ചു. അപ്പോൾ സ്വർണ്ണം മാറ്റിയ വിഷയം ഇത്രത്തോളം എത്തുമെന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല അച്ഛാ എന്ന് സച്ചി പറയുമ്പോൾ അതെ അച്ഛാ, സത്യം അറിയണം, സ്വർണം മാറ്റിയത് ആരാണെന്ന് കണ്ടെത്തണം, അത്രമാത്രമേ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എന്ന് രേവതി അന്നേരം പറഞ്ഞു. ഇത് ഇങ്ങനെ പ്രശ്നമാകുമെന്നൊന്നും കരുതിയില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ പറയുകയും ചെയ്തു. ഇപ്പം അതിൻ്റെ പേരിൽ അച്ഛനും അമ്മയും വഴക്കടിച്ചു, പരസ്പരം മിണ്ടാതെയും വഴക്ക് കൂടുകയൊക്കെ ചെയ്യുന്നു. ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. ഈ വിഷയത്തിൽ അമ്മയെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അച്ഛാ, എല്ലാത്തിനും കാരണക്കാരനാണ്, ഓട്ടക്കാരനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുക കേട്ടോ. എടാ, അവനെ അങ്ങനെ ആക്കിയത് അവൻ്റെ അമ്മ തന്നെയല്ലേ, മുളയിലേ നുള്ളിയില്ല. അതാണ് സംഭവിച്ചത്. അവൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ അവൾ കൂട്ടുനിന്നു. അതുകൊണ്ട് അവൻ ഇങ്ങനെയായി പോയതെന്ന കാര്യം പറഞ്ഞ് ഇങ്ങനെ അദ്ദേഹം പറയുക. അപ്പോൾ ചെറിയ പ്രായത്തിലെ അവൻ ഇങ്ങനെ തന്നെയാണല്ലോ, ഓരോരോ ആവശ്യങ്ങൾ നേടാനായിട്ട് പാവമായിട്ട് അഭിനയിച്ച് അമ്മയ്ക്ക് മുന്നിൽ കരഞ്ഞു പറയുമായിരുന്നല്ലോ. മുന്നും പിന്നും ആലോചിക്കാതെ അമ്മ അതങ്ങ് ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നില്ലേ എന്ന് പറയുവാണ് സച്ചി. അപ്പോൾ ഇങ്ങനെയും അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത്. അവൻ അമ്മയ്ക്ക് മുന്നിൽ ചെന്ന് കരഞ്ഞു, അമ്മ സ്വർണ്ണം അവനെടുത്ത് കൊടുത്തു. അപ്പോൾ കുഞ്ഞുനാളിൽ ശ്രുതി കാണിച്ചു കൂട്ടിയ ആ വൃത്തികേടുകളെല്ലാം സച്ചി രേവതിയുടെ സമക്ഷ അച്ഛനോട് പറയാം. അന്നേരം എൻ്റെ ഭാഗത്തും തെറ്റൊക്കെ ഉണ്ടടാ, ചന്ദ്ര ചെയ്തതെല്ലാം ഞാൻ ക്ഷമിച്ചു, അതാ ഞാൻ ചെയ്ത തെറ്റ്. അവളെ നിർത്തേണ്ടടുത്ത് നിർത്താതിരുന്നതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന കാര്യം അച്ഛൻ ഇങ്ങനെ പറയാം. അന്നേരം അത് കേട്ടപ്പം അച്ഛാ, കഴിഞ്ഞതോ കഴിഞ്ഞു, ഇതിൻ്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പിണങ്ങി വഴക്കുണ്ടാക്കി നിൽക്കരുത്. അച്ഛനമ്മയോട് സംസാരിക്കണമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ രേവതി അച്ഛനോട് പറയൂ കേട്ടോ. അന്നേരം അതെ അച്ഛാ, സ്വർണ്ണം ആരാണ് മാറ്റിയതെന്ന് നമുക്ക് മനസ്സിലായല്ലോ, കാശ് തരാമെന്ന് ശ്രുതി പറയുകയും ചെയ്തു. അതോടെ പ്രശ്നം അവസാനിച്ചു. ഇനി അതിൻ്റെ പിന്നിൽ അച്ഛനിങ്ങനെ പോകരുതെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ തൽക്കാലം ചന്ദ്രയോട് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടില്ല, അവളൊരിക്കലും മാറില്ല, അതുകൊണ്ട് ഞാൻ മാറാൻ തീരുമാനിച്ചു എന്ന് അച്ഛൻ പറയും. അപ്പോൾ എന്താ അച്ഛൻ ഇങ്ങനെ പറയല്ലേ അച്ഛാ, ഞങ്ങൾ പറയുന്ന അച്ഛനൊന്ന് കേൾക്കാൻ പറഞ്ഞു സച്ചി. അച്ഛൻ കേൾക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചിരിക്കാം. ഇത് ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ് മോനെ. എനിക്ക് അവളോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല, ഞാൻ സംസാരിക്കില്ല എന്നുള്ളത്. ഇനി ഈ ജന്മം ഞാൻ അവളോട് മിണ്ടില്ല എന്ന് രവിയേട്ടൻ കട്ടായം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കേട്ടോണ്ടാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്ര വന്ന് രവിയേട്ടൻ്റെ ആ തീരുമാനം കേട്ട് നടുങ്ങി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ രേവതിയും സച്ചിയും അച്ഛനും അവരെ കണ്ടു. അവർ വന്ന് ഇങ്ങനെ രേവതിയെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അച്ഛ വാശി കളഞ്ഞ അമ്മയോട് അന്നേരം രേവതി നീ വിട്ടേക്ക്, നീ നിർബന്ധിക്കേണ്ട എന്ന് സച്ചി അന്നേരം പറയുകയും ചെയ്തു. രണ്ടുപേർക്കും കുറേ കാലം ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ല എന്ന് അച്ഛൻ്റെ ദേഷ്യം മാറുമ്പോൾ അമ്മയോട് മിണ്ടിക്കോളൂ എന്നും സച്ചി പറയും. എനിക്ക് ട്രിപ്പ് ഉണ്ടെന്നും പറഞ്ഞു. നീ എന്താ ഉണ്ടാക്കിയെന്നും ചോദിച്ചു. അപ്പം ഞാനൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ വാ, നീ വേഗം റെഡിയാകുക, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയും കൂട്ടിക്കൊണ്ട് സച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്ര വന്ന് രവിയേട്ടൻ്റെ മുന്നിൽ കുറേ നേരം നോക്കി നിന്നു. എന്നിട്ട് രവിയുടെ മുന്നിൽ വന്നിങ്ങനെ വലിയ ചിരിയൊക്കെ ചിരിച്ച് രവിയേട്ടാ എന്നും പറഞ്ഞു വലിയ ചിരിയും ചിരിച്ച് വന്നിരിക്കുക കേട്ടോ. പട്ടിയെ പോലെ ആട്ടി ഓടിച്ച് വിടുവാണ് നമ്മുടെ രവിയേട്ടൻ. അങ്ങ് എഴുന്നേറ്റ് പോയി. ചന്ദ്രഭദ്ര മുഖത്ത് പോലും നോക്കിയില്ല. അപ്പോൾ അങ്ങനെ സച്ചിയും രേവതിയും കൂടി ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ മിണ്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനവിടെ നേരിട്ട് പോകുന്നതെന്ന് സച്ചി രേവതിയോട് നേരം പറഞ്ഞു. ഞാൻ മാറിയിട്ടും അവർ മിണ്ടിയില്ലല്ലോ എന്ന് പറയും. അച്ഛൻ്റെ മനസ്സ് മാറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതി അപ്പുറം മാറി നിന്ന് ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ പറയും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രോദയത്തിൽ ധൃതിപ്പെട്ട് ജോലിയാണ്. അപ്പോൾ ചന്ദ്ര അടുക്കളയിൽ കയറി ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ രേവതി വന്നിട്ട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയോളാം, അമ്മ അവിടെ ചെന്ന് ഇരിക്കാൻ പറഞ്ഞു, ഞാൻ കഴിക്കാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം നല്ല സന്തോഷത്തിലാണല്ലോ പൂരി ഉണ്ടാക്കുന്നതെന്ന് ചന്ദ്ര പറയുമ്പം അയ്യോ സന്തോഷത്തിലല്ലമ്മേ, ഗോതമ്പ് മാവിലാണ് പൂരി ഉണ്ടാക്കുന്നതെന്ന് രേവതി പറയാം. പര നാക്കിന് നിന്റെ നീളം കൂടിക്കൂടി വരികയാണെന്ന് എനിക്കറിയാടി, ഇപ്പം നിന്റെ ദിവസങ്ങളാണല്ലോ എന്നൊക്കെ ചന്ദ്ര ഇരുന്ന് പറയാം കേട്ടോ. നീ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നില്ലേ, അതിൻ്റെ സന്തോഷത്തിലല്ലേ നീ ഇപ്പോൾ എന്ന് ചന്ദ്ര ചോദിക്കുമ്പം എൻ്റെ എന്താഗ്രഹം നടന്നു അമ്മ ഈ പറയുന്നേ, ഒന്നും അറിയാത്തതുപോലെയുള്ള നിന്റെ അഭിനയം അത് നിർത്തടി എന്നും പറഞ്ഞു ചന്ദ്ര അതിന് രേവതിയെ കുറ്റം പറയുന്നു. രവിയേട്ടനോട് എന്നെക്കുറിച്ച് അതും ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹത്തെ എന്നിൽ നിന്ന് അകറ്റിയില്ലേ നീ എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്ര രേവതിയുടെ മെക്കിട്ട് കയറുക. ഇപ്പോൾ അദ്ദേഹം എന്നോട് മിണ്ടുന്നില്ല, എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ചന്ദ്രയ്ക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ആ സന്തോഷത്തിലാണല്ലോ നീ എന്ന് പറയുമ്പോൾ അമ്മയുടെ കയ്യിലിരിപ്പ് കാരണമല്ലേ അച്ഛൻ മിണ്ടാത്തെ, അല്ലാണ്ട് ഞാൻ കാരണമാണോ മിണ്ടാത്തതെന്ന് ചുമ്മാ ഓരോന്ന് പറയാതെ അമ്മയെന്ന് രേവതി അന്നേരം ചന്ദ്രയോട് പറഞ്ഞു. ദേ മിണ്ടാണ്ടിരുന്നോളണം,
വയറ് വിശക്കുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നത്. അമ്മ ചെന്നിരിക്കും, ഞാൻ ഭക്ഷണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു രേവതി. നേരത്തേനും ദേ നല്ല പൂരി മസാലയാ, ചെല്ല കാണുമ്പോൾ കൊതി തോന്നുന്നില്ലേ അമ്മേ? വായിൽ വെള്ളം വരുന്നില്ലേ എന്നൊക്കെ ചന്ദ്രയോട് ചോദിക്കുമ്പോൾ, നീ എന്താ എന്നെ കളിയാക്കണമെന്ന് ചോദിച്ചു ചന്ദ്ര. എന്തിനാ അമ്മ ഇങ്ങനെ വെള്ളം ഇറക്കുന്നേ? പൂരിയും മസാലയും തന്നെ ഇറക്കാമല്ലോ. അവിടെ ചെന്നിരിക്കാൻ പറഞ്ഞ രേവതി തലയെടുത്തിട്ട് വല്ലാണ്ടാക്കി. അപ്പോൾ എന്നോട് എൻ്റെ ഭർത്താവ് മിണ്ടാതൊന്നും ഇരിക്കുന്നില്ലല്ലോ. അപ്പോൾ വെച്ചിട്ടുണ്ടോടി നിനക്ക് ഞാനെന്ന് പറഞ്ഞു ചന്ദ്ര. നിന്റെ തിളച്ചുമറിയിൽ നീ നിർത്തുന്നുണ്ടോടി എന്ന് ചന്ദ്ര പറയുമ്പോൾ, തിളച്ചുമറിയാൻ ഞാനെന്താ അടുപ്പിൽ വെച്ച പാലാണോ എന്ന് രേവതി ചോദിച്ചു. അപ്പോൾ ചന്ദ്ര വീണ്ടും വീണ്ടും നാണം കേട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. രേവതി അന്നേരം എൻ്റെ പൊന്നോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.